അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാനിൻ്റെ മുബാറക്കായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ആമീൻ. റമളാൻ അനുകൂലമാകുന്നവരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുകയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ നമ്മളെ അള്ളാഹു ചേർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കാന യജ്തഹിദു ഫിൽ അശ്രി, ഈ അവസാനത്തെ 10 നബി കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു. മാലാ യജ്തഹിദു ഫി ഗൈരിഹി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ ഉള്ള പരിശ്രമങ്ങളെക്കാൾ കൂടുതൽ ഈ അവസാനത്തെ 10 കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സുന്നത്തുകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കേണ്ട സമയം കൂടിയാണ് ഈ അവസാനത്തെ ദിനരാത്രങ്ങൾ. സുന്നത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മത്തെ സംബന്ധിച്ച് പറയാനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. തസ്ബീഹ് നിസ്കാരം. നമുക്കൊക്കെ അറിയാം, തസ്ബീഹ് നിസ്കാരത്തിന് വലിയ പ്രത്യേകതകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഒരിക്കൽ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് തന്നെ യാ അബ്ബാസ് യാ അമ്മാ, എൻ്റെ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, അബ്ബാസ് എന്നവരെ, അല ഉഅ്തീക, ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേകമായ കാര്യം നൽകട്ടെയോ, അല അംനഹുക, അല അഹ്ബൂക, അല അഫ്അലു ബിക എന്ന് പറഞ്ഞ് നിങ്ങളിത് ചെയ്യുമോ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരട്ടെയോ. വളരെ പുണ്യമുള്ള ഒരു കാര്യത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുമ്പോഴാണ്, അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് നബി തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, ഇദാ അൻത ഫഅൽത ദാലിക, നിങ്ങൾ ആ കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലക ദംബക, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും, നിങ്ങളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. അവ്വലഹു വ ആഖിറഹു ഖദീമഹു വ ഹദീസഹു ഖതഅഹു വ അംദഹു സഗീറഹു വ കബീറഹു സിർറഹു വ അലാനിയതഹു എന്നൊക്കെ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെയ്ത എല്ലാ മുൻകഴിഞ്ഞ ദോഷങ്ങളും ശേഷം വരാൻ പോകുന്ന ദോഷങ്ങളും, പഴയതും പുതിയതും, മനഃപൂർവ്വം ചെയ്തതും അബദ്ധത്തിൽ സംഭവിച്ചതും, ചെറിയ തെറ്റുകളും ഒരുപാട് ചെയ്ത തെറ്റുകളും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ അള്ളാഹു തആല പുറത്തു തരും എന്ന് അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്തായ കർമ്മമാണ്. നമുക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ്. എന്ന് വച്ചാൽ ഈ സുന്നത്ത് എടുക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സാധിക്കുമെന്നർത്ഥം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അദ്കിയയിൽ പറഞ്ഞതുപോലെ, മസാല അബ്ദി ബിൻ നവാഫിലി യഖ്റുബു, എൻ്റെ അടിമ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുത്താൽ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഒരുപാട് സുന്നത്തുകൾ എടുക്കുക എന്നുള്ളത്. അങ്ങനെ അടുത്താൽ ഹത്ത അക്കൂന ലഹു യദൻ ഔ അർജുല, പിന്നെ അവൻ്റെ കയ്യും പിന്നെ അവൻ്റെ കാലുമൊക്കെ ഞാനാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അള്ളാഹു കയ്യാകും എന്ന് പറഞ്ഞാൽ പിന്നെ ആ കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു ബറക്കത്തുണ്ടാകും. സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ ഈ തസ്ബീഹ് നിസ്കാരം, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തസ്ബീഹിനാൽ മുഖരിതമായ ഒരു നിസ്കാരമാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള അതിവിശിഷ്ടമായ ഒരു തസ്ബീഹ്, ഒരു ദിക്ർ. മഹാന്മാർ പറഞ്ഞതുപോലെ അർബഉ കലിമാത്തിൻ ബഅദൽ ഖുർആനി, ഏറ്റവും അഫ്ളലായ ഖുർആനിന് ശേഷം ഏറ്റവും അഫ്ളലായ 4 കലിമത്തുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന 4 വാക്കുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കാര്യങ്ങൾ, ഈ 4 തസ്ബീഹുകളെ സംബന്ധിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇത് മലക്കുകൾക്ക് ഏറ്റവും പ്രിയമുള്ള ദിക്റുകളാണ്. അവരുടെ സഞ്ചാരങ്ങളിലൊക്കെ അവർ ചൊല്ലുന്ന ദിക്റാണ്. ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചൊല്ലുന്ന ദിക്റും ഈ 4 ദിക്റുകളാണ്, തസ്ബീഹുകളാണ് എന്നൊക്കെ കാണാൻ സാധിക്കും. അത്രമേൽ പ്രത്യേകമായ തസ്ബീഹ് കൊണ്ട് 300ഓളം തസ്ബീഹ് ചൊല്ലിയിട്ട് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിസ്കരിച്ച് നമ്മളെല്ലാവരും, നമ്മൾ ആണും പെണ്ണും എല്ലാവരും, വീട്ടിലുള്ള എല്ലാ ആളുകളും ഇത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുത്താൽ, ഒരു കുടുംബിനി
ഈ നിസ്കാരം കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്താൽ അവരുടെ കൈ അള്ളാഹു ആകുമെന്ന് പറഞ്ഞാൽ ആ കയ്യിനൊരു ബറക്കത്തുണ്ടാകും. ആ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നല്ല ബറക്കത്തുണ്ടാകും. ആ കൈ കൊണ്ട് പരിപാലിക്കപ്പെടുന്ന മക്കളിൽ ബറക്കത്തുണ്ടാകും. ആ കൈ കൊണ്ട് പരിപാലിക്കപ്പെടുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഒരു ആൺ ഇത് നിസ്കരിച്ചാൽ ആ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പിന്നീട് ബറക്കത്തുകൾ വർദ്ധിക്കും. അദ്ദേഹം തൊടുന്ന ബിസിനസ്സുകൾ, അദ്ദേഹം തൊടുന്ന ജോലികൾ, അദ്ദേഹം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് റമദാനിൻ്റെ ഈ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 10 ദിനരാത്രങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ കൂടി യോജിച്ചു വന്നാൽ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 83 കൊല്ലത്തെ പ്രതിഫലം. ഒരു തസ്ബീഹ് നിസ്കരിക്കുന്ന ആ രാത്രിയും ലൈലത്തുൽ ഖദറും ഒരുമിച്ച് വന്നാൽ 83 കൊല്ലം നമ്മൾ ചെയ്യുന്ന വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകും എന്ന് സാരം. എന്ന് വച്ചാൽ ഈ ദിനരാത്രങ്ങളിലൊക്കെ ഈ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇനിസ്തതഅത അൻ തുസല്ലിഹ ഫി കുല്ലി യൗമിൻ മറ. പ്രിയപ്പെട്ട എൻ്റെ അമ്മായവരെ, എൻ്റെ പിതൃ സഹോദര, നിങ്ങൾക്കിത് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ തസ്ബീഹ് നിസ്കരിക്കണം. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഫഇല്ലം തഫ്അൽ ഫഫി കുല്ലി ജുമുഅത്തിൻ മറ, എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. അതുമല്ലെങ്കിൽ എല്ലാ മാസത്തിലൊരു തവണ, അല്ലെങ്കിൽ വർഷത്തിലൊരു തവണയെങ്കിലും, അതുമല്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഈ നിസ്കാരം നിസ്കരിക്കണമെന്ന് അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിൽ കഴിയുന്നവരൊക്കെ, പ്രത്യേകിച്ച് കൂടുതൽ സമയമുണ്ട്, വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്നവർ, പ്രത്യേകിച്ച് കുടുംബിനികൾ, മറ്റു തൊഴിലൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ കഴിയുന്നതും എല്ലാ ദിവസവും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് തസ്ബീഹ് നിസ്കാരം നമ്മുടെ ജീവിതചര്യയിലുണ്ടാകട്ടെ. ഇനി അതുമല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം. ഈ റമദാനിലെ ഈ അവസാനത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിസ്കരിക്കാൻ, ഏറിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറാണ് ഇതിന് നമുക്ക് വേണ്ടി ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം ഒന്ന് വിവരിക്കുകയാണ്. തസ്ബീഹ് നിസ്കാരം അള്ളാഹു നമുക്ക് സുന്നത്താക്കി തന്ന കാര്യങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേകമായ സുന്നത്താണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഇത് നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാം. പകലിൽ വേണമെങ്കിൽ നിസ്കരിക്കാം, രാത്രിയിൽ വേണമെങ്കിൽ നിസ്കരിക്കാം. നിസ്കരിക്കൽ കറാഹത്തില്ലാത്ത ഏത് സമയത്തും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. പകലിലാണെങ്കിൽ ഈ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ് നല്ലത്. 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുക. രാത്രിയിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രിയിലുള്ള നിസ്കാരങ്ങളൊക്കെ, രാത്രിയിലെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത് എന്ന്. അപ്പോൾ രാത്രിയിലാണെങ്കിൽ ആദ്യം ഒരു 2 റക്അത്ത്, പിന്നെ സലാം വീട്ടി, പിന്നെ 2 റക്അത്ത്, അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. സാധാരണ പോലെ നമ്മൾ വുളൂ ചെയ്ത് സുന്നത്തായ നിസ്കാരമാണ് നിസ്കരിക്കാൻ നിന്നതിന് ശേഷം അതിനുവേണ്ടി നിയ്യത്ത് ചെയ്യുക. 2 റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, അല്ലാഹു അക്ബർ. എന്നിട്ട് 1ാമത്തെ റക്അത്തിൽ 4 റക്അത്താണുള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ 1ാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത് തകാസുർ എന്നുള്ള സൂറത്ത് ഓതൽ പ്രത്യേകം ശ്രേഷ്ഠമാണ്. 2ാമത്തെ സൂറത്തിൽ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ എന്നുള്ള സൂറത്തും, 3ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും, 4ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിയ്യത്ത് ചെയ്തതിന് ശേഷം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. എന്നിട്ട് വജ്ജഹ്തു ഓതി, ഫാത്തിഹ ഓതി, 1ാമത്തെ റക്അത്തിലുള്ള സൂറത്തു തകാസുർ അൽഹാക്കുമുത് തകാസുർ ഓതുക. ഇതിന് ശേഷം നമ്മൾ 15 തവണ തസ്ബീഹ് ചൊല്ലണം. നമ്മൾ ഈ നിസ്കാരത്തിൽ ചൊല്ലേണ്ട തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിൻ്റെ ശ്രേഷ്ഠതകളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ആ വലിയ ശ്രേഷ്ഠതയുള്ള ദിക്ർ, ആ തസ്ബീഹ് 15 തവണ ചൊല്ലുക. ഒരു നിസ്കാരത്തിൽ, ഈ ഒരു 4 റക്അത്തുള്ള ഒരു തസ്ബീഹ് നിസ്കാരത്തിൽ 300 തസ്ബീഹുകളാണ് ചൊല്ലേണ്ടത്. എന്ന് വെച്ചാൽ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് വരും. 2ാമത്തതിൽ 75, 150ആയി. 3ാമത്തതിലും 4ാമത്തതിലും അങ്ങനെ 300 തസ്ബീഹുകളാണുള്ളത്. അപ്പോൾ 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തു, ഫാത്തിഹ, സൂറത്ത്, അതിനുശേഷം 15 തസ്ബീഹ്. പിന്നീട് നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ സാധാരണ ചൊല്ലാറുള്ള സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് 10 തവണ ചൊല്ലുക. എന്നിട്ട് ഇഅ്തിദാലിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, എന്നിട്ട് അതിൽ നമ്മൾ ചൊല്ലുന്ന റബ്ബന വലക്കൽ ഹംദ് എന്നുള്ള ദുആ ചൊല്ലിയതിന് ശേഷം 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക.
പിന്നെ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നു. അതിൽ ചൊല്ലുന്ന തസ്ബീഹിന് ശേഷം 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക. ഇടയിലുള്ള ഇരുത്തം റബ്ബി ഗഫിർലി വർഹംനി എന്നുള്ളത് ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് 10 തവണ ചൊല്ലുക. പിന്നീട് രണ്ടാമത്തെ സുജൂദ്, ആ രണ്ടാമത്തെ സുജൂദിലും 10 തവണ ചൊല്ലുക. ഇപ്പോൾ 65 ആയിട്ടുണ്ടാവും. 15 നൃത്തത്തിൽ, റുക്കോയിൽ 10, 25, എഅ്തിദാലിൽ 10, 35, ഒന്നാമത്തെ സുജൂദിൽ 10, പിന്നെ 45, ഇടയിലുള്ള ഇരുത്തത്തിൽ 10, 55, രണ്ടാമത്തെ സുജൂദിൽ 10, 65. ഇനി രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മളൊന്ന് ഇരുന്നിട്ട്, ആ പിന്നെ സുജൂദിൽ നിന്ന് ഒന്ന് ഇരുന്ന് എന്നിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. ആ ഇരുത്തത്തിന് ഒരു ചെറിയൊരു ഇരുത്തം ഇരിക്കൽ സുന്നത്തുണ്ട് എല്ലാ നിസ്കാരത്തിലും. ആ ഇരുത്തത്തിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. ഒരു ചെറിയ ഒരു സുഖത്തിനുള്ള ഒരു ഇരുത്തം എന്നാണ് അതിൻ്റെ അർത്ഥം, ഒരു റാഹത്തിൻ്റെ ഇരുത്തം. ആ ഇരുത്തത്തിലാണ് 10 തവണ പിന്നീട് ചൊല്ലേണ്ടത്. അപ്പോൾ 75 തവണയായി. ഒരു റക്അത്തിൽ 75. ഇതുപോലെ രണ്ടാമത്തെ റക്അത്തിലും. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇല്ലല്ലോ. അപ്പോൾ അതിന് പകരമായി രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൻ്റെ ശേഷമാണെന്നും മുമ്പാണെന്നും അഭിപ്രായങ്ങളുണ്ട്. മുമ്പാണ് നല്ലത് എന്നാണ് പല അഭിപ്രായങ്ങളിലും കാണാനുള്ളത്. രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സുജൂദിൽ നിന്ന് അത്തഹിയ്യാത്തിലേക്ക് ഇരുന്നാൽ 10 തവണ ഈ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം അത്തഹിയ്യാത്ത് ചൊല്ലിയിട്ട് സലാം വീട്ടുക. ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് കഴിയുമ്പോൾ 150 തസ്ബീഹായിട്ടുണ്ടാവും. പിന്നെ അടുത്ത 2 റക്അത്തിൽ ബാക്കി 150, അങ്ങനെ 300 തസ്ബീഹ് ചൊല്ലിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. മറ്റൊരു രൂപം കൂടി പറയാറുണ്ട്. അതുകൂടി ഒന്ന് പറയുകയാണ് നമ്മുടെ അറിവിലേക്കായിട്ട്. നമ്മൾ ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലുള്ള ആ 10 തസ്ബീഹ് അവിടെ ചൊല്ലുന്നതിന് പകരം ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജഹത്ത് ഓതി ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് 15 തസ്ബീഹ് ചൊല്ലുക. എന്നിട്ട് ഫാത്തിഹയും സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം 10 തസ്ബീഹും കൂടി ചൊല്ലുക. അപ്പോൾ ആ നൃത്തത്തിൽ തന്നെ 25 തസ്ബീഹായി. അത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ചൊല്ലാതെ ആ രണ്ടാമത്തെ സുജൂദിലെത്തുമ്പോൾ തന്നെ 75 ആയിട്ടുണ്ടാവും. അങ്ങനെ ചൊല്ലാവുന്നതുമാണ്. അങ്ങനെ ചൊല്ലിയിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും അഫ്ളലായ രൂപം ആദ്യം പറഞ്ഞതാണ്, അങ്ങനെ നിസ്കരിക്കലാണ്. ചില ആളുകൾക്ക് ഇരുന്ന് തസ്ബീഹ് ചൊല്ലാനാവും സൗകര്യം. അങ്ങനത്തെ ആൾക്കാർക്ക് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഇരുന്ന് തസ്ബീഹ് ചൊല്ലാം. ചില ആളുകൾക്ക് നിന്ന് ചൊല്ലാനാണ് സൗകര്യമെങ്കിൽ ആ നൃത്തത്തിൽ തന്നെ 25 ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിലുള്ളത് ഒഴിവാക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം. വളരെ പുണ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ അവസാനത്തെ 10കളിലൊക്കെ ഈ നിസ്കാരം പതിവാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. റമദാൻ കഴിഞ്ഞാലും അത് ഇടക്കൊക്കെ നിസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം നന്മകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ആരെങ്കിലും ഈ തസ്ബീഹുകൾ ഇങ്ങനെ 10, 15 ഇതൊക്കെ ചെല്ലാൻ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഉദാഹരണം പറയാം, റുക്കൂഇൽ പിന്നെ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ചൊല്ലിയിട്ട് പിന്നെ 10 തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി മറന്നു, എന്നിട്ട് നേരെ സമയ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു. മറക്കാമല്ലോ, നിസ്കാരമല്ലേ. സാധാരണഗതിയിൽ തസ്ബീഹൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് മറക്കാറില്ല. ഇനി അങ്ങനെ മറന്നാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നുകിൽ ആ റുക്കൂഅ് കഴിഞ്ഞിട്ടുള്ള സുജൂദിൽ ചെല്ലുന്ന 10നോട് കൂടെ ഈ റുക്കൂഇലെ 10 കൂടി ചൊല്ലിയിട്ട് അത് വീണ്ടെടുക്കാവുന്നതാണ്. രണ്ടവസരം, ഒരു താമായ റുക്കിനിലാണ് അത് വീണ്ടെടുക്കേണ്ടത് എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം. എന്ന് വെച്ചാൽ നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്നുള്ളത് അത് ഈ റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഒരു ഇൻ്റർവെൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു താമായ റുക്കിനല്ല അത്. അതുകൊണ്ട് അവിടെ നമ്മൾ അത് വീണ്ടെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും ഇത് ഈ 2 സുജൂദിൻ്റെ ഇടയനെ ഒന്ന് വിട്ടുപിരിക്കാനുള്ള ചെറിയ ഒരു റുക്കിനാണ്. അതുപോലെ തന്നെയാണ് റുക്കൂഇൻ്റെ സുജൂദിൻ്റെ ഇടയിലുള്ള ഈ എത്തിദാലും ഒരു ചെറിയൊരു റുക്കന. ആ 2 സ്ഥലത്തും നമ്മൾ ഈ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒന്നാമത്തെ സുജൂദിൽ അതല്ലെങ്കിൽ രണ്ടാമത്തെ സുജൂദിൽ, ഇനി ആദ്യത്തെ 15 എണ്ണം നൃത്തത്തിൽ നഷ്ടപ്പെട്ടാൽ അത് റുക്കൂഇൽ, ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാം. ഇനി അതിനും മറന്നു പോയാലും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമൊന്നുമില്ല. ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഒരാൾ ഇനി തീരെ ഒരു തസ്ബീഹും ചൊല്ലാൻ മറന്നു, നിസ്കാരം നിയ്യത്ത് തസ്ബീഹ് നിസ്കാരം എന്ന് വെച്ചു, പക്ഷേ ഈ 300 തസ്ബീഹിൽ ഒരു തസ്ബീഹും ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു സാധാരണ നിസ്കാരത്തിൻ്റെ പ്രതിഫലമേ ലഭിക്കുള്ളൂ. അതല്ലാതെ ഇടയിൽ ഏതെങ്കിലും ഒരു 10 വിട്ടുപോയതുകൊണ്ട് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അല്ലാഹു തആല ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലമൊക്കെ പൂർണ്ണമായി ലഭിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധ റമളാനിലും അതിനുശേഷമുള്ള ജീവിതത്തിലും തസ്ബീഹ് നിസ്കാരം അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മളൊക്കെ ബറക്കത്തുடைய മുബാറക്കായ ആളുകളായിട്ട് മാറാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.